ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് പെടും. ശിർക്കായ കാര്യമാണ്. പരസ്പരം ഉപകാരമെടുത്തതെങ്കിൽ അത് ശിർക്കാണ്. ശിർക്കല്ലാത്ത ശിർക്കിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അത് ശിർക്കല്ലാത്ത ഇസ്തിംതാ ആണ്. അതേപോലെ തന്നെ ഹറാമാണ്. പിശാച് ദുർബോധനം നടത്തി ചെയ്യുന്നതെങ്കിൽ അത് ശിർക്കുമല്ല, നേരെ മറിച്ച് ഹറാമായ കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തിന് സ്വഭാവമനുസരിച്ച് വ്യത്യാസപ്പെടും. നിങ്ങൾ പറഞ്ഞല്ലോ എന്ത്? ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് പെടും. ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് പെടും. ആ ഇസ്തിംതാ ആവട്ടെ ശിർക്കായതുണ്ട്, വസീലയായതുണ്ട്, തർക്കമില്ല. അതിൽ ഇസ്തിആനത്ത് പെടും, അതിനും തർക്കമില്ല. എങ്കിൽ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ഇപ്പൊ നാട് നീളെ പറയുന്നു ജിന്ന് അഭൗതികാണ്, കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്, ജിന്ന് എന്ത് ചെയ്താലും അഭൗതികാണ്, അതുകൊണ്ട് ജിന്നുമായുള്ള ഏത് ഇടപാടും പറ്റൂല എന്നാണ് നാസസ്വലിമൊക്കെ പ്രസംഗിച്ചിരുന്നത്. എങ്കിൽ എങ്ങനെയാണ് അഭൗതികമായ ജിന്നിനോട് ശിർക്ക് അല്ലാത്ത ഇസ്തിംതാ ഉണ്ടായത്? എന്റെ മൂന്നാമത്തെ ചോദ്യം. അഭൗതികമായ ജിന്ന്, കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ജിന്ന്, അതിനോട് എങ്ങനെയാ ഒരു അഭൗതികമല്ലാത്ത ഒരു ഭൗതികമായ ശിർക്ക് ആവാത്തൊരു ഇസ്തിംതാഴ് അതെങ്ങനെ ഉണ്ടാകുക? സലഫി പോലും വിചാരിച്ചിട്ടില്ല അതിങ്ങനെയൊക്കെ ആവുന്നത്. കുട്ടികളെ ഇടങ്ങാറാക്കി നിർബന്ധിച്ച് പിടിച്ചു വലിച്ച് കൊടുന്നപ്പോൾ ആടിനെ കുളത്തേക്ക് കുളിപ്പിക്കാൻ ഇറക്കണ പോലെ കൊണ്ടുവന്നതാ പിടിച്ചു വലിച്ചിട്ട്. ഇത്ര വലിയ കുടുക്കാവെന്ന് വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഇസ്തിംതായിൽ പലവിധമുണ്ട്. നിങ്ങൾ പറഞ്ഞു ഇസ്തിംതായിൽ ഇസ്തിആനത്ത് പെടുമെന്നും പറഞ്ഞു, ഇസ്തിംതാ ശിർക്കായതും വസീലയായതും ഹറാമായതുണ്ടെന്നും പറഞ്ഞു. എങ്കിൽ അഭൗതികമായ ജിന്നിനോട് എങ്ങനെയാണ് ശിർക്ക് അല്ലാത്ത ഇസ്തിംതാ ഉണ്ടാകുക? അതാണ് ഞാൻ കിട്ടേണ്ടത്.